ഓം അമൃതേശ്വരി നമഃ. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ സമാരംഭിക്കുകയാണ്. സ്വാഗത പ്രഭാഷണത്തിനായി നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠം EC ഡിപ്പാർട്ട്മെൻറ്റിലെ മാഡം ഡോക്ടർ ഗായത്രി നാരായണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Om Amriteshwari Namaha. Namaskar. We had a very energetic first day, right? After a very resourceful, productive, and super energetic first day, we are all gathered here for the second day. And so we now move on to the invited session, which is going to be delivered by our distinguished guest, Colonel S. Denny. Colonel Denny, sir, he served as an Indian Army infantry officer in the Rajput Regiment for more than 20 years. He is highly experienced in first-hand combat operations. He has served multiple tenures in Kashmir Valley, northeast India, and along the line of actual control in Ladakh. In Kashmir, he served both along the line of control and in Rashtriya Rifles over 3 tenures. He also served as an Indian military observer on deputation with United Nations in Congo. And he was also posted at Ladakh, a high-altitude warfare region at Pangang So for 2 years during a very hostile period that India had with China. This battalion was also selected as the best battalion under his command. Along with these achievements, he was also posted as a faculty in the Defence Services Staff College at Wellington, Connor in Tamil Nadu. He took voluntary retirement, VRS, from the Army in 2019 and has since then engaged in social service and nation-building activities based out of his hometown in Kollam, Kerala. A prolific writer, a thinker, he also holds an MPhil in Defence and Strategic Studies from Madras University. He has participated in various panel discussions and interviews in English, Hindi and Malayalam television channels. വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന വളരെ ദുഃഖകരമായ April 22 പെഹൽഗാം ടെറർ അറ്റാക്കിന് ശേഷം നമ്മുടെ ശത്രു രാജ്യത്തിന് നമ്മൾ കൊടുത്ത ശക്തമായ മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂർ മലയാളികൾക്ക് വിശദീകരിക്കുന്നതിൽ സാറിന് വളരെ വലിയൊരു പങ്കുണ്ടായിട്ടുണ്ട്. നിരവധി ചാനൽ ചർച്ചകളിൽ സാർ ഒരു നിറസാന്നിധ്യമായിരുന്നു. കൂടാതെ ആയുധിൻ്റെ പല പരിപാടികളിലും സാർ മുന്നേ പങ്കെടുത്തിട്ടുണ്ട്, വളരെയധികം സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സേവ് അവർ നേഷൻ, സേവാഭാരതി പോലെയുള്ള സംഘടനകളിൽ നേതൃസ്ഥാനവും സാർ വഹിച്ചു വരുന്നു. സർ, വി ആർ ട്രൂലി ഓണർഡ് ടു ഹാവ് യു ഹിയർ വിത്ത് അസ് ടുഡേ. ഏറെ ആദരവോടെ കേണൽ ഡെന്നി സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ നിങ്ങൾ ഏവരെയും ഇന്നത്തെ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ സ്വാമിമാരെ, ഗുരുക്കളെ, എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മുരളിജി ആൻഡ് ടീം, ആയുധ്, മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയതിന് ഇവിടെ വീണ്ടും വരാൻ, അമ്മയുടെ ആശ്രമത്തിലേക്ക് വീണ്ടും വരാൻ, നിങ്ങളെല്ലാ യങ് ആയിട്ടുള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് റിയലി സന്തോഷമുണ്ട് എനിക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എംപവർമെൻറ്റ് ഓഫ് യൂത്ത് ആൻഡ് ദെയർ റോൾ ഇൻ നേഷൻ ബിൽഡിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അപ്പം ഞാൻ സ്വാമിജിയുടെ അടുത്തും മുരളിജിയുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. നമുക്കൊരു ഒരു മണിക്കൂറല്ലേ, 11:45 വരെ നമുക്ക് സമയമുണ്ട്. സോ ഞാൻ ഡെഫിനറ്റ്ലി കുറച്ച് സംസാരിക്കും, പക്ഷേ ഐ വോണ്ട് ടു ഹിയർ ഫ്രം യു. നിങ്ങളിൽ നിന്നും എനിക്ക് കേൾക്കാനും ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാജ്യസ്നേഹികളുടെ സ്വരം പുറത്തോട്ട് കുറച്ചേ കേൾക്കാറുള്ളൂ. രാജ്യത്തിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നവരുടെ ശബ്ദം ധാരാളം കേൾക്കാറുണ്ട്, അവരുടെ ശബ്ദം ഒച്ചത്തിൽ കേൾക്കാറുണ്ട്. പക്ഷേ രാജ്യസ്നേഹികളുടെ സൗണ്ട് വളരെ കുറച്ചേ കേൾക്കാറുള്ളൂ, അങ്ങും ഇങ്ങും മാത്രമേ കേൾക്കാറുള്ളൂ. വേണ്ട രീതിയിലുള്ള സൗണ്ട് പുറത്ത് വരാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് വരുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡെഫിനറ്റ്ലി രാജ്യസ്നേഹികളാണ്, നല്ല ചിന്ത ഉള്ള ആളുകളാണ്, നല്ല ക്വാളിറ്റി ഉള്ള ആളുകളാണ്. നിങ്ങളെ നല്ല ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഈ 2 ദിവസമായിട്ട് ഈ ഒരു ആയുധിൽ പങ്കുചേർന്ന് നിങ്ങൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ വോയിസ് എനിക്ക് കേൾക്കണം. ഐ വോണ്ട് ടു നോ വാട്ട് ദ യൂത്ത് who is participating in Ayudh feels about the country.
what does he or she, aspires in this nation? What are the fears of ആ മനസ്സിനകത്ത് എന്തൊക്കെ പേടികളാണുള്ളത്, എന്തൊക്കെ ആശങ്കകളാണ്, അത് നമ്മൾ അറിയണം. സോ ദാറ്റ് വിൽ ബി മൈ തിങ്. ഐ വിൽ സ്പീക്ക് ഫോർ 20-25 minutes ആൻഡ് ദെൻ ഐ വിൽ എൻഷുർ ദാറ്റ് എവറി വൺ ഓഫ് യു സ്പീക്സ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ മാഡം പറഞ്ഞ പോലെ ഞാനൊരു ഫാക്കൽറ്റി മെമ്പറായിരുന്നു. ഫാക്കൽറ്റി മെമ്പർ തന്നെ ഞങ്ങളൊരു ടീച്ചിങ് ജോബായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആരെയും ഉറങ്ങാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഓക്കെ, സോ എവിടെയെങ്കിലും ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഞാൻ അവരെ ഒന്നും ചെയ്യത്തില്ല, അതിന് തൊട്ടടുത്തുള്ള ആളെ ഞാൻ പിടിച്ച് ചോദ്യം ചോദിപ്പിക്കും. ഓക്കെ, ഡൺ ഡീലാണല്ലോ. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉറങ്ങാം, തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ അവർ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കി നിങ്ങൾ ഹൗ ഡു യു വോണ്ട് ടു ഹാൻഡിൽ, യു ക്യാൻ ഹാൻഡിൽ. ഓക്കെ, ആൻഡ് എൻ്റെ വിഷൻ ഇവിടെയൊക്കെ ഉണ്ട്, ബാക്കിലൊക്കെ ഉള്ള ആളുകളുണ്ട്. ഓക്കെ, ചലോ ഗുഡ്. സോ നമ്മൾ ഇന്ന് ഇപ്പം നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരു ക്രൈസിസ് എന്ന് ഞാൻ ഫുള്ളി പറയത്തേക്ക് തന്നെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മളെ ഭാരതം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടു. 2 സിറ്റുവേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു രീതി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറയാം. 2 ഇൻസിഡൻസ് പറയാം. ഒന്ന്, ഇന്നലെ വന്നൊരു ന്യൂസാണ്. അതാണ് ആക്ച്വലി സെറ്റ് മീ തിങ്കിങ് ദാറ്റ് വാട്ട് ഷുഡ് ഐ സ്പീക്ക് ടു യു. ഇന്നലെ വന്നൊരു ന്യൂസ് നിങ്ങളിൽ പലരും ചിലപ്പം കണ്ടു കാണും, ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. അറിഞ്ഞില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ദുബായ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന കുട്ടികളായിരുന്ന കുട്ടികൾ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പഠിച്ചിട്ടുള്ള അലുമിനി അവിടുത്തെ അവരൊരു അസോസിയേഷൻ ഉണ്ട്. അവർ ദുബായിലായിരുന്നു. ആ ദുബായിൽ അസോസിയേഷൻ അവരുടെ എല്ലാ വർഷവും അവരുടെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. അവർ ഈ വർഷം നടത്തിയ ഒരു 4-5 ദിവസം മുമ്പാണ് അവരുടെ പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാം ഇതേപോലത്തെ ഒരു സ്റ്റേജിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഷഹീദ് അഫ്രീദി, എത്ര പേരെ ഷഹീദ് അഫ്രീദി കേട്ടിട്ടുണ്ട്? കൈപൊക്കിയേ. എനിക്ക് അറിയാം. ഓക്കെ, ഡൗൺ. താങ്ക് യു. ഷഹീദ് അഫ്രീദിയെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേജിൽ നിങ്ങളിരിക്കുന്ന അവിടെ നിന്ന് ബൂം ബൂം, അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ പെറ്റ് നെയിം പണ്ട് ബൂം ബൂം എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അത് ബൂം ബൂം വിളിക്കുന്നു, കൈയടിക്കുന്നു, അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നു, അദ്ദേഹം തിരിച്ചു പോന്നു. ആരാണ്? ബിടെക്കാരാണ് ഈ കുട്ടികൾ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് തന്നെയാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഐ എം ടോക്കിംഗ് ഓഫ് യങ്സ്റ്റേഴ്സ്. ദേ ആർ യങ്സ്റ്റേഴ്സ്. 2004 ബാച്ചിൻ്റെ ഒക്കെ ഉള്ളത്. ഒരു കുറച്ച് വലിയ ദേ നോട്ട് എന്താ പറഞ്ഞൊരു വലിയ അത്രയ്ക്ക് പ്രായമായിട്ടുള്ള ആളുകളല്ല. ബിടെക്കാർ, മലയാളികൾ, ഭാരതീയർ, ജോലിയും ഇതൊക്കെ ഉള്ളവർ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് 1 മാസം ആവുന്നില്ല. ഏപ്രിൽ 22 പെഹൽഗാമിൽ 26 നമ്മളെ കൂടെ ഉള്ള സഹോദരങ്ങളെ മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വെടിവെച്ചത്. അവരുടെ നിങ്ങളെയൊക്കെ ഇപ്പം എനിക്ക് ധാരാളം മോളും മോനും ഒക്കെ ഇവിടെ ഇരിക്കുന്നതാണ്. നിങ്ങളെയൊക്കെ മുമ്പിൽ സ്വന്തം അച്ഛനെ വെടിവെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും ഇമ്പാക്റ്റ് എന്ന്. വാട്ട് വിൽ ബി ദ ഇമ്പാക്റ്റ്? ക്യാൻ യു ഇമാജിൻ? അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അതിന് നമ്മളൊരു ചോദ്യം അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് 6 സൈനികർ നമുക്ക് നഷ്ടപ്പെട്ടു. പുഞ്ച് രജൗരി സെക്ടറിൽ നമ്മുടെ തന്നെ ഭാരതീയരുടെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പാകിസ്ഥാൻ ഷെല്ലടിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അങ്ങനെയുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഷഹീദ് അഫ്രീദി വിളിക്കുക എന്ന് എനിക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നി. ആരാണ് ഷഹീദ് അഫ്രീദി? ഷഹീദ് അഫ്രീദി ഈസ് ദ പോസ്റ്റർ ബോയ് ഓഫ് പാകിസ്ഥാൻ ആർമി. ഷഹീദ് അഫ്രീദിയാണ് നിങ്ങൾ പലരും കണ്ടുകാണോന്ന് എനിക്കറിയില്ല. റാലി നടത്തിക്കൊണ്ട്, കാർ റാലിയും ബൈക്ക് റാലിയും നടത്തിക്കൊണ്ട് അവർ ജയിച്ചു എന്ന് പറഞ്ഞത് ഷഹീദ് അഫ്രീദിയാണ് പറഞ്ഞത്. ഇന്ത്യൻസ് തന്നെയാണ് പെഹൽഗാമിനെ ചെയ്തതെന്ന്, അല്ലാതെ പാകിസ്ഥാനികൾ ടെററിസം അല്ല, ഇന്ത്യൻസ് തന്നെയാണ് ചെയ്തത്, ഇന്ത്യൻസ് തന്നെയാണ് അവരുടെ ആളുകളെ കൊന്ന് എന്ന് പറഞ്ഞ ഷഹീദ് അഫ്രീദി. ഇന്ത്യൻ സൈന്യം ഒന്നുമില്ല, അവരൊരു ഭീരുക്കളാണ് എന്ന് പറഞ്ഞത് ഷഹീദ് അഫ്രീദി. ആ ഷഹീദ് അഫ്രീദിയെ സ്റ്റേജിൽ വിളിച്ചു വന്ന് കയ്യടിയോടെ ബൂം ബൂം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്തോ സെലിബ്രിറ്റി വിളിച്ച് നിങ്ങളൊരു ഗിഫ്റ്റും കൊടുത്തിട്ട് നിങ്ങൾ വിടുകയാണ്. ആരാണ് ചെയ്തത്? നമ്മളെയൊക്കെ വീട്ടിനടുത്തുള്ള ആളുകളൊക്കെ തന്നെയാണ്. വൈ ഡിഡ് ദേ ഡു ഇറ്റ് എന്നാണ് എൻ്റെ മനസ്സിനകത്ത് ആദ്യമായിട്ട് ചോദിച്ചത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം വേറൊരെണ്ണം പറയാം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തു. ആ സമയത്ത് നാച്ചുറലി നമ്മളെല്ലാം മനസ്സിനകത്ത് കുറേ ദേഷ്യവും നമുക്ക് ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പലരും ഒരു 3 days നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. അതായത് ആദ്യം പാകിസ്ഥാൻ നമ്മൾ അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പിനെ സ്ട്രൈക്ക് ചെയ്തു, 9 ടെററിസ്റ്റ് ക്യാമ്പ്സിനെ. അത് ആലോചിച്ച് നോക്ക്, 100 kilometers ഇൻസൈഡ് ദ ബോർഡർ. പാകിസ്ഥാനിൻ്റെ പഞ്ചാബ് പ്രൊവിൻസിൻ്റെ ഇൻസൈഡ് ബോർഡർ 100 kilometers ആണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തത്. അവിടെ പോയി സ്ട്രൈക്ക് ചെയ്ത് അവരുടെ ടെററിസ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു കൃത്യമായിട്ടുള്ള. അതിനുവേണ്ടി പാകിസ്ഥാൻ വീണ്ടും നമ്മളെ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി, നമ്മളെ തടഞ്ഞു, നമ്മൾ വീണ്ടും അടിച്ചു.
അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ശ്രമിക്കാൻ നോക്കി. വീണ്ടും നമ്മൾ അവരുടെ 22 മിനിറ്റ് കൊണ്ട് 22 മിനിറ്റ്സ് കൊണ്ട് അവരുടെ 1 ഡസൻ എയർബേസിനെ ഇല്ലാതാക്കി. അതാണ് ഭാരത സൈന്യം ചെയ്തത്. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിൽ പലരും വിചാരിച്ചു കാണും, അത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഇമീഡിയറ്റ്ലി വെൻ വി സെഡ് ഓക്കെ നൗ വി വിൽ നോട്ട്, അവർ പാകിസ്ഥാൻ DGMOയുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് വന്നു ദാറ്റ് വി ഡോണ്ട് വോണ്ട് ടു ഫൈറ്റ് എനിമോർ. വി സെഡ് ഓക്കെ ഫൈൻ, വി ഓൾസോ ഡോണ്ട് വോണ്ട് ടു, നമ്മളെ ഇൻറ്റൻഷൻ വാസ് നോട്ട് ടു ഫൈറ്റ് വാർ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് നമ്മളെ തന്നെ ആളുകൾ ധാരാളം എന്തിനാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്, വൈ ഡിഡ് വി സ്റ്റോപ്പ് നൗ, വൈ കുഡ് വി ക്യാപ്ചർ POK, എന്തുകൊണ്ട് നമ്മൾ POK ക്യാപ്ചർ ചെയ്തില്ല, ഇത് ഭീരുത്വമല്ലേ. ആൻഡ് ഇവരെല്ലാം പേട്രിയോട്സ് ആയിരിക്കും, പക്ഷേ അവരെല്ലാം പറഞ്ഞത് വൈ ഡിഡ് വി സ്റ്റോപ്പ്, നമ്മൾ എന്തുകൊണ്ട് വി ഡിഡ്ന്റ് പുഷ് ഓൺ, വി കുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്, പാകിസ്ഥാനെ 4 ഭാഗമാക്കണ്ടായിരുന്നോ, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ എന്തുകൊണ്ട് പിടിച്ചെടുത്തില്ല എന്നൊക്കെ ഉള്ള ചോദ്യം വന്നു അല്ലേ. അപ്പം ഈ 2 സിറ്റുവേഷൻ നോക്കൂ. അപ്പം ഫസ്റ്റ് സിറ്റുവേഷനിൽ അവർക്ക് പേട്രിയോട്ടിസവും ഇല്ല, ഭാരതം എന്താണെന്ന് അറിയത്തുമില്ല അല്ലേ. ദേശസ്നേഹം ഉള്ളവരായിരുന്നെങ്കിൽ അവർ ഷഹീദ് അഫ്രീദി പിടിച്ച് കൊണ്ടുവരത്തില്ലായിരുന്നല്ലോ. ഇനി കയറി വന്നതാണെന്ന് പറയുന്നത്, എനിക്കത് അതിനകത്ത് ഒരു കയറി വന്നിട്ട് എങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ, അവർ ദേശസ്നേഹവും ഇല്ല, ഭാരതം എന്താണെന്ന് പോലും അവർക്ക് അറിയാത്ത രീതി. രണ്ടാമത്തെ സെറ്റ് ഓഫ് പീപ്പിൾ, എന്തുകൊണ്ട് പാകിസ്ഥാൻ നമ്മൾ ഭയങ്കരമായിട്ട് അടിച്ചില്ല, എന്തുകൊണ്ട് നമ്മൾ അവരെ തകർത്തില്ല, എന്തുകൊണ്ട് നമ്മൾ POK പിടിച്ചെടുത്തില്ല. അവർ ദേശസ്നേഹമുള്ള ആളുകൾ, പക്ഷെ അവരും ഭാരതം എന്താണെന്ന് അറിയില്ല എന്ന് ഞാൻ പറയും. അതിനെന്താണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു കുറച്ച് നേരത്തെ നമ്മൾ ഇതിനകത്ത്, ഭാരതം എന്താണെന്ന് അറിയണമെങ്കിൽ ഭാരതത്തിനെക്കുറിച്ച് പണ്ടത്തെ കാര്യം അറിയണം, ഭാരതം ഇപ്പം എവിടെ നിൽക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് അറിയണം, ഭാരതത്തിൻ്റെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ ഭാരതം എന്താണെന്ന് അറിയത്തുള്ളൂ. ഓക്കെ, ഭാരതം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഭാരതത്തിൻ്റെ വാല്യൂസ്, മൂല്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ എപ്പോഴും മിസ് ഔട്ട് ആവുന്ന കാര്യമാണ്. എന്താണ് നമ്മുടെ ഭാരതത്തിൻ്റെ മൂല്യം, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ഭാരതം, അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. അതിനകത്ത് അതായത് നമ്മളെ പ്രിയാമ്പിളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു കാര്യം മാത്രം, അതായത് ഒരു കാര്യം മാത്രം നമ്മൾ അതിനകത്ത് യൂണിറ്റി, പ്ലൂറലിസം, സെക്യുലറിസം, ഡെമോക്രസി, ഫ്രട്ടർണിറ്റി, ഇതെല്ലാം ഭാരതത്തിൻ്റെ മൂല്യങ്ങളാണ്. അതായത് നമ്മൾ ലിബറലാണ്, നമ്മൾ ടോളറൻ്റ് ആണ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ധർമ്മത്തിനെ എപ്പോഴും ഉയർത്തിപ്പിടിച്ച്, അപ്ഹോൾഡിങ് ധർമ്മ ഇസ് ദ വാല്യൂ ഓഫ് ഭാരതം. മറ്റുള്ള കൺട്രീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് അപ്ഹോൾഡ്, നമ്മൾ ധർമ്മത്തിനെ എപ്പോഴും മുറുക്കി പിടിക്കണം എന്നുള്ളത്. ധർമ്മത്തിന് പല ഡെഫിനേഷൻസ് ഉണ്ട്. ഭഗവാൻ കൃഷ്ണൻ തൊട്ട് പറഞ്ഞിട്ടുള്ളത് ഉള്ള കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പോൾ ധർമ്മത്തിനെ പിടിച്ച് നിൽക്കണം, നമ്മളെ വാല്യൂ ഫോർ ധർമ്മ. ചിന്മയാനന്ദ സ്വാമിജിയുടെയൊക്കെ ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ ടു ബി എന്നാണ്. അതായത് എന്താണോ നിങ്ങൾ, അതാണ് ധർമ്മം. അതായത് ഈ ലോകത്തിൻ്റെ കോസ്മിക് ആയിട്ടുള്ള ബാലൻസിനെയാണ് ധർമ്മം എന്ന് വരെ ആളുകൾ പറയുന്നുണ്ട്. റൈറ്റിയസ്നെസ്, ധർമ്മത്തെ, അതായത് നേർവഴി, നിങ്ങളെ ഡ്യൂട്ടീനെ ധർമ്മമായിട്ട് കാണുന്നവരാണ്. അപ്പം ഇതൊക്കെ അതിൻ്റെ ഓൾ എൻകംപാസിങ് ആണ്. അങ്ങനെയുള്ളൊരു ഡെഫിനിഷൻ, ധർമ്മത്തിനെ അപ്ഹോൾഡ് ചെയ്യുക എന്നാണ് ഭാരതത്തിൻ്റെ വാല്യൂ. ഭാരതത്തിൻ്റെ ആ വാല്യൂവിൽ നിന്നാണ് ഭാരതത്തിൻ്റെ എയിം വരുന്നത്. വാട്ട് ഈസ് ദ നാഷണൽ എയിം ഓഫ് അവർ കൺട്രി? ആർക്കെങ്കിലും പറയാമോ വാട്ട് ഈസ് ദ നാഷണൽ എയിം? നമ്മളിപ്പോൾ പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിൽ നിന്നാണ് നമുക്ക് രാഷ്ട്രത്തിൻ്റെ എയിം കിട്ടുന്നത്. ഇതിൻ്റെ കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൂടുതൽ എങ്ങനെയാണ് വ്യത്യാസം. വാട്ട് ഈസ് ദ നാഷണൽ എയിം ഓഫ് ഭാരത്? ആര് പറയും? എനിബഡി? സംബഡി വാസ് യോണിങ്. പറയണോ? വേണ്ട, ഓക്കെ, ഞാൻ എംബാരസ് ചെയ്യുന്നില്ല, സ്റ്റാൻഡ് ചെയ്തിട്ട്. ഓക്കെ, നാഷണൽ എയിം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുരോഗതി, ഡെവലപ്മെൻറ്റ്, കോംപ്രിഹെൻസീവ് നാഷണൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ രാജ്യത്തിനെ മൊത്തത്തിൽ എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളെല്ലാം കുട്ടികളാണ്, പഠിക്കുകയാണ്. നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുക, അത് ഡെവലപ്മെൻ്റ് ആണ്. നിങ്ങൾ നല്ലൊരു വീട്ടിലേക്ക്, നിങ്ങൾ ഇപ്പോൾ വീടുണ്ട്, അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു വീട് പണിയുക, അത് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ സഞ്ചരിക്കുന്ന റോഡ്, അതിൻ്റെ ഫെസിലിറ്റി ബെറ്റർ ആവുകയാണെങ്കിൽ അത് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ ചെല്ലുന്ന റെയിൽവേസ്, നമ്മൾ യൂസിക്കുന്ന എയർപോർട്ട്, നമ്മളെ ഓരോ പാവപ്പെട്ടവരെ ആളുകളാണെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നു, ഇതെല്ലാം ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഭാരതത്തിൻ്റെ നാഷണൽ എയിം ഇന്ന് ഭാരതത്തിൻ്റെ ഈസ് കോംപ്രിഹെൻസീവ് നാഷണൽ ഡെവലപ്മെൻറ്റ്. അതായത് എല്ലാ മേഖലകളിലും നമ്മൾ എന്താ പറയുക, വികസനം വേണം, നമ്മൾ ഡെവലപ്പ് വേണം. പാവപ്പെട്ടവരെ മിഡിൽ ക്ലാസ്സിലേക്ക് ആക്കുക, മിഡിൽ ക്ലാസ്സിനെ അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് ആക്കുക എന്നുള്ള രീതിയിലേക്ക്. അതായത് ഒരു വ്യക്തി പോലും ഒരു നേരം പോലും പട്ടിണി കിടക്കരുത്, ഒരു കുട്ടിക്ക് പോലും പഠിക്കാതിരിക്കാൻ പറ്റരുത്, ഒരു രോഗി പോലും ആശുപത്രിയിൽ പോയാൽ കിട്ടാതിരിക്കും. ഇതാണ് നമ്മുടെ എയിം. ദിസ് ഇസ് ആർ നാഷണൽ എയിം. ഏത് പാർട്ടി വന്നാലും ദിസ് വിൽ ബി ദ നാഷണൽ എയിം. നൗ ഫ്രം ദിസ് നാഷണൽ എയിം ആണ് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ, രാഷ്ട്ര താല്പര്യങ്ങൾ എന്ന്. സോ നാഷണൽ ഇൻട്രസ്റ്റ് വിൽ ബി ടേക്കൺ ഫ്രം ദ നാഷണൽ എയിം.
മനസ്സിലായില്ലേ? അപ്പം നമുക്ക് നാഷണൽ വാല്യൂസ് ഉണ്ട്. ആ നാഷണൽ വാല്യൂസിൽ നമുക്ക് നാഷണൽ എയിം വന്നു. ആ നാഷണൽ എയിമിൽ നിന്ന് നമുക്ക് നാഷണൽ ഇൻട്രസ്റ്റ് വരും, രാജ്യ താല്പര്യം വരും. നമ്മുടെ രാജ്യ താല്പര്യം എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യ താല്പര്യം ഇക്കോണമി ഗ്രോ ചെയ്യണം, സെക്യൂരിറ്റിയും വേണം. ഇത് രണ്ടിൻ്റെയും ബാലൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത സമയത്ത് നമ്മളൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയിരുന്നെങ്കിൽ അത് നമ്മുടെ എക്കോണമിയെ ബാക്കിലോട്ട് കൊണ്ടുവന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്ലിയർ ആയിരുന്നു ഫ്രം ഡേ വൺ. നിങ്ങളെല്ലാം അതിനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ഓഫീസേഴ്സ് വന്ന് പറയുന്നത് നോൺ എസ്കലേറ്ററി, അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല, യുദ്ധത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല. യുദ്ധം ചെയ്യാൻ പേടിയുണ്ടായിട്ടല്ല, യുദ്ധം നാഷണൽ ഇൻട്രസ്റ്റ് അല്ല, രാജ്യ താല്പര്യത്തിന് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ലെവലിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു അത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യ താല്പര്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് POK പിടിച്ചെടുത്തില്ല, എന്തുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ അടിച്ച് തകർത്തില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതും അറിയണമായിരുന്നു. അതായത് നമ്മുടെ രാജ്യ താല്പര്യം ഇന്ന് യുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരെന്താണ്? രാജ്യസ്നേഹവും വേണം, ഈ ഭാരതത്തിനെ കുറിച്ചുള്ള അറിവും വേണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുമ്പം നിങ്ങൾ മനസ്സിലായി, എനിക്ക് രാജ്യസ്നേഹം മാത്രം പോരാ, പക്ഷെ ഭാരതം എന്താണെന്നും ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യം എന്താണെന്നും അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഷഹീദ് അഫ്രീദെ വിളിച്ചുകൊണ്ടെന്നിട്ട് എന്താ പ്രശ്നം? ഒരാളെ വിളിച്ചൊന്നുമില്ല, പ്രശ്നമുണ്ട്. കാരണം ഷഹീദ് അഫ്രീദി പറയുന്ന കാര്യം അവിടെ ഭാരതം തന്നെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഷഹീദ് അഫ്രീദി എന്താണ് പറഞ്ഞത്? പെഹൽഗാം ചെയ്തത് ഭാരതമാണെന്ന് ആണോ? അങ്ങനെ നമ്മൾ ഷഹീദ് അഫ്രീദി വിളിച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് രാജ്യ താല്പര്യത്തിന് എഗൻസ്റ്റ് ആണോ അല്ലയോ? തീർച്ചയായിട്ടും ആണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് അത് രാജ്യസ്നേഹവും ഇല്ല, ഭാരതം എന്താണെന്നും അറിയാത്ത ആളുകളാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. ഒരാൾക്ക് രാജ്യസ്നേഹം ഉണ്ട്, മറ്റൊരാൾക്ക് രാജ്യസ്നേഹം ഇല്ല. അതിനകത്ത് രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ തന്നെ അവർ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ വോയിസ് വരുന്നില്ല. ആ ഗ്രൂപ്പിലും ചിലപ്പം 10-15 പേരുടെ ഫോട്ടോ കണ്ടതിന് അതിനകത്ത് ചിലപ്പോൾ 1-2 പേര് 3-4 പേര് രാജ്യസ്നേഹികൾ കാണും. ഞാൻ ചോദിക്കുന്ന ഒറ്റ ആളെങ്കിലും അതിനകത്ത് ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തോ? ആസ് എൻ ഇന്ത്യൻ ഐ പ്രൊട്ടസ്റ്റ് ദാറ്റ് ഷഹീദ് അഫ്രീദി സ്റ്റാൻഡിങ് ദർ. ആസ് എൻ ഇന്ത്യൻ ഐ മേക്ക് മൈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് ആ വീഡിയോ എടുത്തിരുന്നെങ്കിൽ നമ്മൾ ആ ബോയ് അല്ലെങ്കിൽ ഗേൾ എന്ത് നമ്മൾ കൈയടിക്കത്തില്ലായിരുന്നോ? നമ്മൾ ഗുഡ്, അറ്റ്ലീസ്റ്റ് ദർ ഇസ് വൺ ഇന്ത്യൻ വിത്ത് സ്പൈൻ എന്ന് പറയത്തില്ലായിരുന്നോ? പക്ഷെ അവിടെ എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം രാജ്യസ്നേഹം മേ ബി ഉണ്ടെങ്കിൽ തന്നെയും ഭാരതം എന്താണെന്ന് അറിഞ്ഞില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, വോയിസ് കേൾക്കാൻ, വോയിസ് പറയാനുള്ള മടി, പേടിയാണ്. ഞാൻ സംസാരിച്ചാൽ മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. ഹിന്ദിയിലൊരു കഹാവത്തുണ്ട്, സബ്സെ ബഡാ രോഗ് ക്യാ കഹെങ്കെ ലോഗ്. അതായത് ഏറ്റവും വലിയ രോഗം മറ്റുള്ളവർ എന്ത് പറയും. ഈ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കേട്ടിട്ടാണ് ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ, രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ, ധർമ്മത്തെ വിശ്വസിക്കുന്ന ആളുകൾ മിണ്ടാതിരിക്കും. ഞാൻ എന്താ പറയാനുള്ളത്, മറ്റുള്ളവർ പറയട്ടെ എന്ന്. ഈ മറ്റുള്ളവർ പറഞ്ഞാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും, യു ഹാവ് ടു ബിക്കം ദ വോയിസ് ഓഫ് ദ നേഷൻ. ഫോർ ദാറ്റ് ഫസ്റ്റ് യു ഷുഡ് നോ വാട്ട് ഇസ് ദ നേഷൻ. ഭാരതം എന്താണെന്നുള്ളത്, ഭാരതത്തെക്കുറിച്ചൊക്കെ ധാരാളം റിസർച്ചൊക്കെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഫ്രണ്ടിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയോളജിയെക്കുറിച്ചും മറ്റെല്ലാക്കുറിച്ചും ആളുകൾ ഇവിടെ, ദർ ഇസ് നോ ഡെർത്ത് ഓഫ് സോഴ്സ്, ബട്ട് ദർ ഇസ് എ ഡെർത്ത് ഓഫ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് നിങ്ങളിൽ വരണം. അതായത് ഞാൻ എൻ്റെ രാജ്യത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് 100% ആർക്കും അറിയാൻ പറ്റില്ല. ഇറ്റ്സ് എ വാസ്റ്റ് ഓഷൻ. ഭാരതത്തിനെക്കുറിച്ച് എനിക്കൊന്ന് 7 ജന്മം പോലും നമ്മൾ പഠിച്ചാൽ പോലും അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അത്രമാത്രം വാസ്റ്റാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളിൽ കാണണം. അതല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ മനസ്സിനകത്ത് ഭാരതത്തിനെക്കുറിച്ചൊരു പിക്ചർ എന്താ വരുന്നത്? നമ്മളൊരു ശാന്തി ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ആരെയും ഒന്നും ചെയ്യത്തില്ല, നമുക്കൊന്നും ഒരിക്കലും ഞങ്ങൾ നേരത്തെ സ്വാമിജിയോട് ഡിസ്കസ് ചെയ്ത കാര്യം, നമ്മൾ അഹിംസ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ശക്തി. അഹിംസയിലൂടെയാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, ആണോ? നമ്മളൊക്കെ പറയുന്ന മഹാത്മാഗാന്ധിജിയാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് വാങ്ങിച്ചത്. ഞാൻ മഹാത്മാഗാന്ധിജി ചെയ്ത കാര്യത്തിനൊന്നും ഞാൻ കൊച്ചായി കാണുന്നില്ല. ഓക്കെ, ഹി ഈസ് ദ ഫാദർ ഓഫ് ദ നേഷൻ, ഐ അക്നോളജ് ദ ഫാക്ട്. ബട്ട് ദർ വെർ പീപ്പിൾ ഹു ഫോട്ട് ആൻഡ് യുനോ അവരുടെ ജീവിതം കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ 1857 മംഗൾ പാണ്ഡെ പോലത്തെ ആളുകളും ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്ത്, ചന്ദ്രശേഖർ ആസാദ്, ഇത്രയും ആളുകളും ഉണ്ടായിരുന്നു, അവരുടെയും റോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷിൻ്റെ ആർമിയിലും നേവിയിലുള്ള മ്യൂട്ടനീസ്, അതും വലിയൊരു ഫാക്ടറായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് തന്നത്. അല്ലാതെ ഒറ്റ ആശയം നോൺ വയലൻസ് കൊണ്ട് മാത്രമല്ല. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു കാര്യം നമുക്ക് അറിയാത്തത്? വൈ ഡിഡ് വി ഫൊഗെറ്റ് ദാറ്റ് നമ്മൾക്ക് ശക്തി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്താ മറന്നത്? ഇന്നലെ നമ്മൾ അഹല്യഭായ് ഹോൾക്കർ മഹാറാണിയുടെ നമ്മൾ ആനിവേഴ്സറി ചെയ്യിച്ചു. നമ്മൾ വി ഒബ്സർവ് ദാറ്റ് അഹല്യഭായ് വാസ് 1825 to 1875 if I'm not wrong, 95.
ആ 70 ഇയർ പീരീഡിലാണ് മഹാറാണി അവിടെ ഭരിച്ചത്. എന്തുമാത്രം റിഫോംസ് ആയിരുന്നു അന്ന് ചെയ്തത്. ആൻഡ് ഷി വാസ് എ ബ്രില്യൻ വാരിയർ ആയിരുന്നു. ഷി വാസ് എ ലേഡി ഹു ലോസ്റ്റ് ഹർ ഹസ്ബൻഡ്, ഹു ലോസ്റ്റ് ഹർ സൺ, ആൻഡ് ഷീ റൂൾഡ് ഫോർ 70 years ആസ് ഇൻ ഹർ ലൈഫ് ടൈം ഓവർ 40-50 years. അവർ വാരിയർ ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, എൻവയറമെൻ്റലിസ്റ്റ് ആയിരുന്നു, എല്ലാം ആയിരുന്നു, ഓൾ ഇൻ വൺ. എന്തുകൊണ്ടായിരുന്നു? ദാറ്റ് കൾച്ചർ വാസ് ദെയർ. ആൻഡ് വേർ ഡിഡ് വി ലൂസ് ദാറ്റ് കൾച്ചർ? നമ്മളെ കൾച്ചർ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, ഓരോ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ലൂസ് ചെയ്ത് പോയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നമ്മൾ AD 1 അതായത് അല്ലെങ്കിൽ 0 തുടങ്ങുന്നത്. അന്ന് നമ്മളെ പെർസെൻറ്റേജ് ഓഫ് GDP ഇൻ ദ ഹോൾ വേൾഡ് എത്രയാണെന്നറിയോ? എത്രയായിരുന്നു? 35%. അപ്രോക്സിമറ്റ്ലി 35% ഓഫ് ദ ലോകത്തിൻ്റെ കംപ്ലീറ്റ് GDPയുടെ കൺട്രോൾ ഭാരതത്തിൻ്റെ കയ്യിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2025 വർഷം മുമ്പ് 35% അടുപ്പിച്ച് ലോകത്തിൻ്റെ GDP വാസ് കൺട്രോൾ ബൈ ഇന്ത്യ. ബ്രിട്ടീഷേഴ്സ് വന്ന സമയത്ത് എത്രയാണെന്നറിയോ? 26%. ബ്രിട്ടീഷേഴ്സ് പോയ സമയത്ത് എത്രയാണെന്നറിയോ? 4%. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം അതാണ് നമ്മൾ ഓരോ വർഷത്തിൽ നമ്മളിങ്ങനെ എങ്ങനെയാണ് കുറഞ്ഞു വന്നതെന്ന്. അപ്പം ഇറ്റ് വാസ് എ കാൽക്കുലേറ്റഡ്, വെരി പ്ലാൻഡ് ആയിട്ട് നമ്മളെ ഓരോ സിസ്റ്റത്തിനെയും തകർക്കുന്നതിൻ്റെ ഭവിഷ്യത്വമാണ് എന്നെപ്പോലെ ഒരാളും നിങ്ങളെപ്പോലുള്ള നമ്മളിപ്പോൾ ഇതേ കോൺവെർസേഷൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടി വന്നത്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇതിൻ്റെ. നമ്മളെല്ലാം പണ്ഡിറ്റ് നെഹ്റു, ഹീസ് ക്രിട്ടിസൈസ് ഫോർ മെനി തിങ്സ്. നൗ ഒരു കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത്, ആൻ ഓട്ടോബയോഗ്രഫി, അതിനകത്ത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ചിലപ്പം, ഈ 26 January 1930 ഉറക്കം വരുന്നോ മോളെ? ഉറങ്ങരുത് കേട്ടോ, ഇപ്പം അറ്റാക്ക് വരും. മോക്കരുതില്ല. ഇപ്പോഴത്തെ രണ്ട് ഒരു ബഹാൽപൂറും ഒരു മുറിദിക്കെ ഞാൻ കാണുന്നുണ്ട് ഇവിടുന്ന്. ഓക്കെ, ചലോ. ഓക്കെ, അപ്പം നെഹ്റുവിൻ്റെ ബുക്ക് ഓട്ടോബയോഗ്രഫി, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ബുക്സിനകത്ത് അതിനകത്ത് എഴുതിയിട്ട് അതിനകത്തൊരു അനക്ഷർ ഉണ്ടായിരുന്നു. അതിനകത്ത് 26 January 1930 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്തായിരുന്നു അന്ന്, അതിൻ്റെ റെലവൻസ്. അപ്പോൾ അതൊരു പ്ലെഡ്ജ് അന്ന് കൊടുത്തിരുന്നു. ആ പ്ലെഡ്ജിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മൾ എന്തുകൊണ്ട് ഫ്രീഡം കിട്ടിയില്ല, ബ്രിട്ടീഷേഴ്സ് റൂയിൻഡ് ഇന്ത്യ എക്കണോമിക്കലി, പൊളിറ്റിക്കലി, കൾച്ചറലി ആൻഡ് സ്പിരിച്വലി. ഇത് നെഹ്റുവിൻ്റെ ബുക്കിൽ എഴുതുകയാണ്. എന്തൊക്കെയാണ് എക്കണോമിക്കലി? നമുക്കറിയാം, ലാൻഡ് ടാക്സസും മറ്റ് വില്ലേജ് ഇൻഡസ്ട്രീസിനെയൊക്കെ എല്ലാം പൂട്ടിച്ചു, കസ്റ്റംസ് ആൻഡ് കറൻസി എല്ലാം വെളിയിലോട്ട് പോയി. പൊളിറ്റിക്കലി ഒരു റിഫോംസ് ഇല്ലായിരുന്നു, ആളുകൾക്ക് പവർ ഇല്ലായിരുന്നു, നോ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻസ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലായിരുന്നു. കൾച്ചറലി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ടോട്ടലി എടുത്തു കളഞ്ഞു. നമ്മളെ അതിനകത്ത് പറയുന്ന ആ ട്രെയിനിങ് ഹാസ് മെയ്ഡ് അസ് ഹഗ് ദ വെരി ചെയിൻ ദറ്റ് ബൈൻഡ്സ് അസ്. അതായത് അവർ അങ്ങനത്തെ ട്രെയിൻ ചെയ്തു. ഏത് ചങ്ങലയാണ് അവർ കെട്ടിയിട്ടിരുന്നത് നമ്മളെ ഭാരതത്തിൻ്റെ, ആ ചങ്ങലയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി. അത് തന്നെയല്ലേ നമ്മളിപ്പോഴും ചെയ്യുന്നത്, അല്ലേ? അതേ ചങ്ങല തന്നെയാണ് ഇപ്പോഴും നമ്മൾ കെട്ടിവെച്ചിട്ട് നമ്മൾ വേടൻ എവിടെ, എനിക്ക് വേടൻ്റെ പാട്ട് വേണം, റാപ്പ് മ്യൂസിക് എവിടെയോ കിടക്കുന്ന റാപ്പ് മ്യൂസിക്. എനിക്ക് വേടൻ്റെ അടുത്ത് അഗേൻസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഞാൻ ആ പറയുന്ന കോൺസെപ്റ്റ്, ഹീസ് എ ഗുഡ് സിംഗർ, ഹി മേ ബി സെയിങ് ഗുഡ് തിങ്സ് ഓർ വാട്ട് എവർ ഹിസ് ഒപ്പീനിയൻ, ഐ എം നോട്ട് അഗേൻസ്റ്റ് ദാറ്റ്, ബട്ട് ഐ എം അഗേൻസ്റ്റ് ദാറ്റ് മൈൻഡ് സെറ്റ് വിച്ച് സേസ് ദിസ് ഈസ് ദി ഓൺലി തിങ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതേ ആ ട്രെയിനിങ് ഹാസ് മേഡ് അസ് ഹഗ് ദ വെരി ചെയിൻ ദാറ്റ് ബൈൻഡ്സ് അസ്. നൗ കംസ് ദ അതർ തിങ്, സ്പിരിച്വലി. ഇനി നിങ്ങൾ കേൾക്കണം അദ്ദേഹം എന്ത് എഴുതിയതെന്ന്. കമ്പൽസറി ഡിസാർമെൻറ്റ്. അന്ന് നമുക്കെല്ലാം പണ്ടൊക്കെ വാളും അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഒരു സൊസൈറ്റിക്ക് വാളൊക്കെ എടുത്ത് നടക്കുന്ന ഒരു കാലം. കമ്പൽസറി ഡിസാർമെൻറ്റ് ഹാസ് മെയ്ഡ് അസ് അൺമാൻലി ആൻഡ് ദ പ്രസൻസ് ഓഫ് ആൻ ഏലിയൻ ആർമി ഓഫ് occupation employed with deadly effect to crush in us the spirit of resistance has made us think that we cannot look after ourselves or put up a defense against foreign aggression or even defend our homes and families from the attack of thieves, robbers and miscreants. The Pandit Nehru 26 January 1930 ഇൻഡിപെൻഡൻസ് ഡേയിലെ പ്ലെഡ്ജിനകത്ത് എഴുതാണ് സ്പിരിച്വലി എങ്ങനെയാണ് നമ്മളെ തീർത്തതെന്ന് ഭാരതത്തിന്. എന്തുകൊണ്ടാണ് സ്പിരിച്വലി ഇതിനകത്ത് ഇട്ടത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് സ്പിരിച്വലിൻ്റെ കാര്യമാണോ? നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആയുധം നമ്മളെ മാറ്റിയെടുത്തു, അതാണ് നമ്മളെ തീർത്തത്? എന്തുകൊണ്ടാണ് സ്പിരിച്വലി ഇട്ടത്? ഇത് സാമൂഹികമായിട്ടുണ്ടായിരുന്നല്ലോ, സോഷ്യലി ഇടായിരുന്നല്ലോ. ബട്ട് വൈ ഡിഡ് ഹി പുട്ട് ഇറ്റ് സ്പിരിച്വലി? ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മളെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ധർമ്മം, ആ ധർമ്മത്തിൽ ശാസ്ത്രവും ഉണ്ടായിരുന്നു, ശസ്ത്രവും ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. ശാസ്ത്രം ഉണ്ടായിരുന്നു, വേദം, അങ്ങനത്തെ എത്രയോ ഹ്യൂജ് കൈൻഡ് ഓഫ് ഡെപ്ത് ഓഫ് നോളജ്. ശസ്ത്രവും ഉണ്ടായിരുന്നു.
നമ്മളെ കയ്യിൽ ഓരോരുത്തർക്കും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർക്ക് ശസ്ത്രം ഉപയോഗിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അറിയാവുന്നു. ശസ്ത്രം ഡസ് നോട്ട് മീൻ വയലൻസ്. അത് മനസ്സിലാക്കുക. ശസ്ത്രം വയലൻസിന് വേണ്ടി മാത്രമല്ല, വയലൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടാണ് ശസ്ത്രം. നമ്മളെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വയലൻസ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, സൈന്യം യുദ്ധത്തിന് വേണ്ടിയുള്ളതല്ല, യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സൈന്യം വേണ്ടുള്ളത്. അപ്പം ഭാരതത്തിന് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. വി വർ സ്ട്രോങ് മെൻ്റലി, ഫിസിക്കലി വി വർ സ്ട്രോങ്. നമ്മളിൽ നിന്ന് അതങ്ങ് മാറ്റി. ആൻഡ് വി വർ മേഡ് ടു ബിലീവ് ദാറ്റ് ഞങ്ങളൊക്കെ വളരെ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കൂടെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പോകുന്ന ആളുകളാണ്, അല്ലേ? ആ രീതിയിലുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറ്റി. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനു മുൻപ് ഛത്രപതി ശിവാജി മഹാരാജ് ഇതേ ഭൂമിയിൽ തന്നെയാണ് ജനിച്ചത്. ശസ്ത്രവും ശാസ്ത്രവും രണ്ടും അറിയായിരുന്നു. അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്തു? കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകൂ. മഹാഭാരതത്തിൻ്റെ സമയത്ത്, രാമായണ സമയത്ത് നമ്മൾ കണ്ടില്ലേ, അധർമ്മത്തിന് ജയിക്കാൻ വേണ്ടി, ധർമ്മത്തിൻ്റെ പക്ഷം നിൽക്കാൻ വേണ്ടി ശസ്ത്രം ഉപയോഗിക്കണം, ശാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനെ ഭഗവത്ഗീത ബാറ്റിൽ ഫീൽഡിലാണ് പറഞ്ഞിട്ടുള്ളത്, യുദ്ധഭൂമിയിലാണ് ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് യുദ്ധഭൂമി? നമ്മൾ എന്ത് പറഞ്ഞാൽ, നമ്മൾ ഇതിഹാസത്തിൽ നോക്കുകയാണെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും ഒരു കണ്ടക്സ്റ്റിലായിരുന്നെങ്കിൽ അതിന് വേറെ. പക്ഷേ യുദ്ധഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മനുഷ്യരും എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്യുന്ന ബാറ്റിൽസ് ഇന്നും റെലവൻ്റ് ആണ്. ആ ബാറ്റിൽസിൽ നമ്മൾ ജയിക്കണം. ആ ബാറ്റിൽസ് നമ്മൾ എന്തൊക്കെ സ്റ്റാൻഡ് എങ്ങനെ എടുക്കണം എന്നുള്ള, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ്. ദിസ് ഇസ് ഭാരത്. ഇതാണ് ഭാരതം. ഈ ഒരു റിച്ച് കൾച്ചർ, ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു 0.0001% സ്പർശിച്ച് മാത്രമേ പോകുന്നുള്ളൂ. കാരണം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മളെ സയൻസ്, നമ്മളെ ടെക്നോളജി, നമ്മളെ ആസ്ട്രോളജി, ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാം. മെഡിസിൻ, ആയുർവേദം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിലുണ്ട്. ഇതൊക്കെ പറയണമെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കോമ്പറ്റൻ്റ് അല്ല, അത് ഞാൻ പറയുകയാണ്. രണ്ടാമത് അത് പറയണമെങ്കിൽ ധാരാളം സമയമാണ്. പക്ഷേ ഇത് നമ്മൾ അറിയണം. വി ഹാവ് ദിസ്. വി ഷുഡ് നോട്ട് ബി അഷെയിംഡ് ഓഫ് അസ്. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അസ് ദാറ്റ് വി ഹാവ് ദിസ് ഡീപ്പ് ആൻഡ് ഇത്രയും നല്ല നോളേജുള്ള, ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൾച്ചറുള്ള ഒരു രാജ്യത്തിനാണ് നമ്മൾ ജനിച്ചതെന്നുള്ള അറിവുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഷഹീദ് അഫ്രീദി ഒരിക്കലും ആ സ്റ്റേജിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. ഒറ്റ ആൾ അവിടെ നിന്ന് ഞാൻ ഷഹീദ് അഫ്രീദി ഗെറ്റ് ഔട്ട് എന്ന് ഒരാളെങ്കിലും പറഞ്ഞാനത്. കാരണം നമ്മൾ ഭാരതത്തിനെ കുറിച്ച് അറിയത്തില്ല. ദാറ്റ് ഇസ് എ പ്രോബ്ലം. നൗ സെക്കൻഡ്ലി, വെർ ആർ വി ഗോയിങ് നൗ? ഇത് ഒരു ഹിസ്റ്ററി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഭാരതം എവിടെയാണ്? ഞാൻ പറഞ്ഞു 4% മാത്രമായിരുന്നു ഭാരതത്തിൻ്റെ എക്കോണമി ഡ്യൂറിങ് ആ ടൈംസ്, അല്ലേ? നമ്മൾ പലരും, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, പക്ഷേ നമ്മളൊക്കെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ പുവറായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ കൊച്ചിലെയൊക്കെ നമ്മൾ കണ്ടപ്പം. അതായത് ഇലക്ട്രിസിറ്റി വന്നു, പല വീടുകളിലും ഫുഡ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, റോഡുകളില്ല, വണ്ടികളില്ല, ട്രെയിൻ ഒരിക്കലും കൃത്യസമയത്ത് ഓടാറില്ല. അങ്ങനെയുള്ളൊരു ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു ഇമേജ് എന്തായിരുന്നു പുറത്ത്? ലാൻഡ് ഓഫ് സ്നേക്ക് ചാമേഴ്സ്, അല്ലേ? പുറത്തുനിന്ന് വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പാമ്പിനെയും വെച്ച് അത് വെച്ചിട്ടായിരുന്നു ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകുമായിരുന്നു, അല്ലെങ്കിൽ താജ്മഹലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോകുമായിരുന്നു. ഇന്ന് ഭാരതത്തിൻ്റെ ഇമേജ് എന്താണ്? ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു. നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, നിങ്ങൾ ഒരു ഗോൾഡൻ പീരീഡിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ 18 years ആൻഡ് പ്ലസ് ആയിട്ടുള്ള ആ ഒരു പീരീഡിൽ. കാരണം നിങ്ങളാണ് ക്രീം ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ചിന്തിക്കുന്നതിന് അപ്പുറം വരെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട് ഭാരതത്തിൽ. അത്രമാത്രം ഓപ്പൺ അപ്പ് ആവുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഞാൻ വന്നപ്പം ഞാൻ പറഞ്ഞു ഭാരതം 5th largest എക്കോണമി ആണെന്ന്. ഇന്ന് ഞാൻ ഇതേ വേദിയിൽ വന്ന് പറയുകയാണ് ഇന്ത്യ ടുഡേ ഇസ് ദ 4th largest എക്കോണമി എന്ന്. ദൈവം സഹായിച്ച് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അത് 3rd largest ആവട്ടെ ഞാൻ പറയുകയാണ്. സോ യു സീ ദ ചേഞ്ച് വിച്ച് ഇസ് ഹാപ്പനിങ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, ഓരോരുത്തർ വിചാരിച്ചതാണ്. ഇറ്റ് ഇസ് ഇൻ ദ മൈൻഡ്. എവിടെയോ ഇരുന്ന ഒരാൾ ഒരു ദിവസം ചിന്തിച്ചു, ഞാൻ ഒരു സ്വയം സേവകനാകണം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പുറത്തിറങ്ങി പ്രവർത്തിച്ച് ആണ് ഇന്ന് നരേന്ദ്രമോദി എന്നുള്ള പ്രൈം മിനിസ്റ്റർ നമുക്ക് കിട്ടിയത്. അപ്പോൾ എവിടുന്ന തുടങ്ങുന്നത്? ഇറ്റ്സ് ഇൻ യുവർ തോട്ട്സ്. അവിടാണ് നിങ്ങൾ ഈ ഒരു ആയുധ പോലത്തുള്ള വരുമ്പം നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഒരു പവർ കിട്ടുന്നത്. ഇറ്റ് ഇസ് ഇൻ ദ തോട്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ അതാവും. അപ്പം ബി കെയർഫുൾ ഓഫ് യുവർ തോട്ട്സ്. ആ തോട്ട്സ് ആയിരിക്കും നിങ്ങളെ എടുത്തത്. ചിന്തിക്കുന്ന എന്താണെന്നുള്ളത് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ആൻഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഒരു ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതിൻ്റെ ചെറിയ കണക്കുകൾ മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് പറയുകയാണ്. നമുക്ക് നോക്കൂ, 2014 5 മെട്രോ സിറ്റീസേ ഉള്ളായിരുന്നു, 5 സിറ്റീസിൽ മാത്രം. ഇന്ന് 20 സിറ്റീസിൽ മെട്രോസ് വന്നിട്ടുണ്ട്.
സ്റ്റാർട്ടപ്സ് 350 2014. ഇന്ന് 118,000 സ്റ്റാർട്ടപ്സ്. അതിപ്പോൾ കൂടിയിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആകുമ്പോൾ അതിൽ കൂടിയിട്ടുണ്ട്. എയർപോർട്ട്സ് 74 എയർപോർട്ട്സേ ഉള്ളായിരുന്നു അന്ന്, ഇന്ന് 148. റെയിൽവേ ലൈൻ ഇലക്ട്രിഫിക്കേഷൻ 21,000 കിലോമീറ്റേഴ്സ് ആയിരുന്നു, ഇന്ന് 63,000 കിലോമീറ്റേഴ്സ്. ലെങ്ത് ഓഫ് ഹൈവേസ് ബിൽഡ് ഇൻ ദ ലാസ്റ്റ് 70 years, അതിൻ്റെ പകുതി ഈ ലാസ്റ്റ് 10 years നമ്മൾ ചെയ്തു. സോ വി ആർ ഗ്രോയിങ് അറ്റ് എ റാപ്പിഡ് റേറ്റ്. ഇതിൻ്റെ ഫലങ്ങളെല്ലാം നിങ്ങളിലും വരും. നിങ്ങളാണ് അതിൻ്റെ ഡ്രൈവേഴ്സ്, നിങ്ങളാണ് അതിൻ്റെ ബെനിഫിഷ്യസ്. രണ്ടും നിങ്ങളാണ് പുഷ് ചെയ്യേണ്ടുള്ളത്, നിങ്ങൾക്കാണ് ബെനിഫിറ്റ് തരുന്നത്. വി ആർ ഓൾ ഗോയിങ് ടു സിറ്റ് ആൻഡ് നിങ്ങൾ കൈയടിക്കുന്ന പോലെ ഞാനും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. യു വിൽ ബി ദ ലീഡേഴ്സ്. ഈച്ച് വൺ ഓഫ് യു നിങ്ങൾക്ക് ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ ഉള്ളതാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ആയുധ് പോലത്തുള്ള ഒരു പ്രോഗ്രാമിന് വന്നത്. നൗ യു ഷുഡ് ചാനലൈസ് യുവർ എനർജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ചാനലൈസ് ചെയ്യുന്നത്? നമുക്ക് ഓരോ സ്പെഷ്യലൈസേഷൻ, നമ്മൾ ഏതെങ്കിലും എല്ലാ ഫീൽഡിലും നമുക്ക് അറിയണമെന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കുക. നിങ്ങൾ ഏത് മേഖല വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, സൈന്യം, പോലീസ്, വാട്ട് എവർ ഫീൽഡ് യു വോണ്ട് ടു, പ്ലീസ് ഗോ. ബട്ട് കീപ്പ് ഇൻ യുവർ ഹാർട്ട്, ഇത് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ചെയ്യുന്നത്? ഭാരതത്തിനാണ് ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കണം. നേഷൻ ഫസ്റ്റ്, രാഷ്ട്രപ്രഥം എന്നുള്ള ഒരൊറ്റ ഐഡിയോളജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിൽ പോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് നേഷൻ ബിൽഡിംഗ്. ആൻഡ് വെൻ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, സ്പീക്ക് ഔട്ട്. അത് ഇന്നത്തെ കാലത്തിൽ അനിവാര്യമാണ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ് ടു സ്പീക്ക് ഔട്ട്. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെ കഥ വേറെ ആരെങ്കിലും പറയും, ആ കഥ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. പണ്ട് ഒരു നൈജീരിയൻ റൈറ്റർ പറഞ്ഞിട്ടുണ്ട്, ടു ഡിസ്ട്രോയ് എ കൺട്രി പോയ്സൺ ഇറ്റ് സ്റ്റോറീസ്. പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? ടു ഡിസ്ട്രോയ് എ കൺട്രി ഓർ എ നേഷൻ പോയ്സൺ ഇറ്റ് സ്റ്റോറീസ്. എ ഡിമോറലൈസ്ഡ് കൺട്രി വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതായത് നമ്മൾ ഏത് കഥയാണ് പറയുന്നത് അതിനെ നമ്മൾ പോയ്സൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കഥ കേട്ട് ആളുകൾ, ഓ ഈ സിസ്റ്റം ठीक नहीं है, ഇവിടുത്തെ സിസ്റ്റം നമ്മൾ പറയല്ലേ, ഓ ഈ സിസ്റ്റം ഇല്ല, ഇവിടുത്തെ ജുഡീഷ്യറി കറപ്ഷനാണ്, ഇവിടുത്തെ പോലീസ് കറപ്റ്റാണ്, ഇവിടുത്തെ ആം ഫോഴ്സസ് ചെയ്യുന്നില്ല, എല്ലാ കാര്യവും നമ്മൾ എങ്ങനെയാണ് ഇത് മാറ്റി വരുന്നത്? നമ്മളെ സ്റ്റോറീസിൽ പോയ്സൺ ചേർത്തുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ നമ്മൾ വായിക്കുന്ന പേപ്പർ, നമുക്ക് കിട്ടുന്ന വാട്സപ്പ് ഫോർവേഡ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. ലാസ്റ്റ് 60-70 years ദിസ് ഹസ് ബീൻ ഹാപ്പനിങ്. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അന്ന് ഇതിൻ്റെ അഗെയിൻസ്റ്റായിട്ട് പറയാനുള്ള ആളുകൾ കുറവായിരുന്നു, ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അതിനെ മനസ്സിലാക്കാനും അത് പറയാനുള്ള ആളുകൾ പുറത്തുണ്ട്. അതാണ് നിങ്ങൾ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു കാര്യം വരുമ്പോൾ അത് എന്തിനാണ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഭാരതം എന്താണോ, ഭാരതത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. യു മസ്റ്റ് ഹാവ് ദറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഈസ് ദിസ് എ പോയ്സൺ ഇൻ മൈ കൺട്രി? ഒരു പാട്ട് പാടുന്നു, ഫൈൻ, ബട്ട് ആ പാട്ടിൻ്റെ ഇടയ്ക്കൂടെ വരികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? If then, should I be supporting that music or should I be supporting that statement? There's nobody against the music. There's nobody against the musician. There's nobody against the singer. But I will not, allow ഇതിൻ്റെ ഇടയ്ക്കൂടെ ഭാരതത്തിനെ സ്പ്ലിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഉള്ളിൽ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം നമ്മളത് സപ്പോർട്ട് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അതെങ്ങനെ ചെയ്യാം? ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്. അതാണ് ഫസ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ശരി എന്താണോ തെറ്റെന്താണോ, രാഷ്ട്രഹിതം ഏതാണോ രാഷ്ട്രഹിതം ഏതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഫസ്റ്റ് തിങ് ആസ് എ നാഷണലിസ്റ്റ് നിങ്ങൾ യു ആർ ഡൺ. രണ്ടാമത് ആരെങ്കിലും വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ നേർവഴി കൊണ്ടുവരാനും നിങ്ങളെ ഉത്തരവാദിത്വമാണ്. യു ഷുഡ് നോട്ട് സിറ്റ് സൈലൻറ്റ്. അവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നെവർ റിമെയിൻ സൈലൻറ്റ്. ഇപ്പം തന്നെ നമ്മളെല്ലാവരും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവർ പറയും. ഇപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ നോക്കൂ എന്താണ് നടന്നത്. അതിനു മുമ്പ് ഓപ്പറേഷൻ പുൽവാമ കഴിഞ്ഞ ഉടനെ നമ്മൾ പോയി സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്താ, വേർ ഇസ് ദ പ്രൂഫ്? അല്ലേ, പ്രൂഫ് എവിടെ? എല്ലാവരും ഇവിടെ ചോദിക്കാമെന്ന്, പ്രൂഫ് എവിടെ? അപ്പം നമ്മൾ അന്ന് പ്രൂഫ് ആരാ പറഞ്ഞത്? എയർ ചീഫ് മാർഷൽ ധനുവ, അതായത് വായുസേനയുടെ ഏറ്റവും ഹയസ്റ്റ് ചീഫാണ് പറഞ്ഞത്, വി ഡിഡ് ദ സ്ട്രൈക്ക്. അപ്പോൾ അദ്ദേഹത്തിനാണ് ചോദിക്കുന്നത് വേർ ഇസ് ദ പ്രൂഫ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്തു? നമ്മൾ പ്രൂഫ് കൊടുത്തു. ദാ പിടിച്ചോ പ്രൂഫ്.
അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു. അവരുടെ നേരെ ആ മുകളിലുള്ള മിനാരത്തിൻ്റെ മുകളിൽ കൂടെ ഉള്ള ഹോൾസ്, അവരുടെ ഹാങ്ങറിലെ ഹോള്, അവരുടെ റഡാർ പോയ ഇത്, അവരുടെ റൺവേയിലെ ബ്ലാസ്റ്റ്. നമ്മൾ മാത്രമല്ല, അവിടെ ഉള്ളവരും പറഞ്ഞു, അവിടെ പ്രൈം മിനിസ്റ്ററും പറഞ്ഞു അല്ലേ. മെനഞ്ഞാന്ന് വരെ പറഞ്ഞു ഞങ്ങൾ 4 മണിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അവർ 1 മണിക്ക് തന്നെ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തതെന്ന്. ഇതാണ് അവരുടെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പം ഇപ്രാവശ്യം പ്രൂഫ് വെച്ചില്ല. അപ്പം ചോദിക്കുകയാണ് അടുത്ത ചോദ്യം, എത്ര എയർക്രാഫ്റ്റ് വീണു? എങ്ങനെയുണ്ട് ആലോചിച്ച് നോക്കിയേ. അതാണ് ഞാൻ പറഞ്ഞ പോയിസണിങ് ദ സ്റ്റോറീസ്. എത്ര എയർക്രാഫ്റ്റ് വീണു എന്ന്. അല്ല, എൻ്റെ ഒരു ഇതാണ് സംശയമാണ്, അവർ ഇത് യുദ്ധമായിരുന്നു ഗൈസ്. ദിസ് ഇസ് വാർ. ദിസ് ഇസ് നോട്ട് ഒരു സിനിമ കാണലല്ല. യുദ്ധമാകുമ്പം വി ആർ ഫൈറ്റിംഗ് വിത്ത് ദ 8th largest ആർമി പാകിസ്ഥാൻ. ഓക്കെ, ന്യൂക്ലിയർ നേഷൻ ആയിരുന്നു അവർ, ന്യൂക്ലിയർ നേഷൻ ആണ് അവർ. അവരിലും എയർഫോഴ്സ് ഉണ്ട്, അവരിലും ഇതുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും വലിയ ധൈര്യം എടുത്ത് നമ്മൾ പോയി അടിച്ചത്. 1971 വാറിൽ നമ്മൾ 3000-ഓളം നമ്മളെ സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു. 70ഓളം എയർക്രാഫ്റ്റ് നമ്മൾ ലൂസ് ചെയ്തു. 100-100ഓളം ടാങ്ക്സ് നമുക്ക് നഷ്ടപ്പെട്ടു. ആരെങ്കിലും അത് ഓർക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്താ ഓർക്കാറുള്ളത്? 1971 ഭാരതം ജയിച്ചു, ബാംഗ്ലാദേശിനെ സൃഷ്ടിച്ചു എന്നല്ലേ ഓർക്കാറുള്ളത്. എന്തുകൊണ്ടാ? ആ സ്റ്റോറി അന്ന് അങ്ങനെ പറഞ്ഞോണ്ടാ. അന്ന് ആരെങ്കിലും ചോദിച്ചാൽ അച്ഛാ അത് ഓക്കെ ठीक है वो तो ठीक है बांग्लादेश बना दिया, ये बताओ कितने लोगों को कितने നമ്മുടെ ടാങ്ക് നഷ്ടപ്പെട്ടു എന്നാരെങ്കിലും ചോദിച്ചിരുന്നെങ്കിലോ? ഇന്ന് ആരെങ്കിലും ചിന്തിക്കുക പോലും ഉണ്ട് എത്ര ടാങ്ക്സ് പോയി? നമ്മൾ 54 സൈനികർ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യമാണ്. സോ ഈ നറേറ്റീവ് ആഖ്യാനങ്ങൾ, ഇതിനെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നലെ CDSും പറഞ്ഞു ഡെഫിനറ്റ്ലി ദർ വിൽ ബി ലോസസ്. ഞാനൊരു സൈനികമായിട്ട് പറയുകയാണ്, നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പം, നോർമൽ യുദ്ധത്തിനല്ല, ട്രെയിനിങ് പോകുമ്പം 10% ലോസ് അക്സെപ്റ്റബിൾ ആണ്. അതാണ് ഞങ്ങളുടെ ട്രെയിനിങ് പോളിസി. അതായത് 10 പേര് പോയി കഴിഞ്ഞാൽ ഒരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ട്രെയിനിങ്, ബിക്കോസ് വി ആർ ഡൂയിങ് ട്രെയിനിങ്. നമ്മൾ ലൈവ് ഫയർ ആണ് ചെയ്യുന്നത്. ഫയർ ചെയ്യുമ്പം ബുള്ളറ്റ് എങ്ങോട്ടൊക്കെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മിസൈൽ ഫയർ ചെയ്തു, തിരിച്ച് ഫയർ വന്നു, അതൊക്കെ ചെയ്യുമ്പം നാച്ചുറലി കാഷ്വാലിറ്റീസ് വിൽ ബി ദെയർ. But the point is, has the task been achieved? Has the objective been achieved? അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹാസ് ബീൻ അച്ചീവ്ഡ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ലോകത്തെ എങ്ങും നടക്കാത്തൊരു കാര്യമാണ് 2 ന്യൂക്ലിയർ പവർ കൺട്രി. ആ ന്യൂക്ലിയർ പവർ കൺട്രിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 22 മിനിറ്റ് കൊണ്ട് 1 ഡസൻ എയർ ബേസിനെ തകർത്ത വേറെ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? നോട്ട് ഈവൻ US. അപ്പോൾ ആ സ്റ്റോറി മാറ്റണം. നിങ്ങൾക്ക് എത്ര എയർക്രാഫ്റ്റ് പറ്റി? റഫാലിന് പറ്റിയോ? റഫാലിന് പറ്റിയെങ്കിൽ അത് വളരെ നല്ല സ്റ്റോറിയാണ്. കാരണം നിങ്ങൾ 600 കോടിക്ക് പകരം ഇത്രയും കോടിയാണല്ലോ വെച്ച് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, സുപ്രീം കോടതി ഞങ്ങൾ പോയില്ലായിരുന്നോ ഇത് കറപ്ഷൻ ഉണ്ടെന്ന് കാണിക്കുക? അങ്ങനെയാണ്. സോ ദിസ് ഈസ് വെയർ നിങ്ങൾ ജനറേഷൻ യു ഷുഡ് ബി നോയിങ്. ഞാൻ പറഞ്ഞ പോലെ വാട്ട് ഈസ് ഭാരത് ഓഫ് ഓൾഡ്, വാട്ട് ഈസ് ഭാരത് ഓഫ് ന്യൂ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളും ചോദ്യം ചോദിക്കണം. ഇപ്പോഴത്തെ ഏറ്റവും ഫാഷനാണല്ലോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, ചോദിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ചോദ്യം ചോദിക്കണം. ഐ ആം ഓൾസോ ഫോർ ഇറ്റ്. പ്ലീസ് ആസ്ക് ക്വസ്റ്റ്യൻസ്, നോ പ്രോബ്ലം. നോബഡി ഈസ് അഫ്രൈഡ് ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. പക്ഷേ എനിക്ക് വേണ്ടുള്ളത് നാഷണലിസ്റ്റ് ആയിട്ടുള്ള, പേട്രിയോട്ടിക് ആയിട്ടുള്ള അവരും ചോദിക്കണം. യു ഷുഡ് ഓൾസോ ആസ്ക്, വൈ ആർ യു ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ നൗ? ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഹൂ ഈസ് ബെനിഫിഷ്യൽ? ഞാനൊരു ചാനൽ ചർച്ചയിൽ ചോദിച്ചു, കോൺഗ്രസ് വേറൊരു വ്യക്തിയെടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓക്കെ ഫൈൻ, യു വോണ്ട് ടു നോ ഇത് എത്ര യുദ്ധവിമാനം വീണു. എൻ്റെ ഒറ്റ സിമ്പിൾ ചോദ്യമാണ്, ഈസ് ദിസ് ബെനിഫിഷ്യൽ ടു പാകിസ്ഥാൻ? യെസ് ഓർ നോ എന്ന് മാത്രമേ പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞാൽ അത് യെസ്. ദെൻ യു ഗോട്ട് ദ ആൻസർ. വൈ ഡു വോണ്ട് ടു നോ ഇറ്റ് നൗ? എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട കാര്യം? ഇപ്പോൾ എന്തിനാണ് അറിയുന്നത്? ഇപ്പോൾ ഏത് ബേസിൽ നിന്ന് പോയി, ഏത് എയർക്രാഫ്റ്റാണ് പോയത് എന്നൊക്കെ നമ്മളിപ്പം പറയുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഓപ്പറേഷണൽ പ്ലാനിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് പറയാം, ഓ ഈ ബേസിൽ നിന്നാണ് വന്നതല്ലേ, അപ്പോൾ ഇതുകൊണ്ടാണല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് അല്ലേ, അപ്പോൾ അവരവരുടെ സ്ട്രാറ്റജി മാറ്റും. ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് അല്ല, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ നടക്കുന്ന വീട്ടിലെ കാര്യങ്ങൾ പോലും നമ്മൾ പുറത്തു പോയി പറയാറില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടി അവരുടെ ഒരു ടാക്ടിക്സും പുറത്ത് പറയാറില്ല. ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ടാക്ടിക്സ് പുറത്തു പറയില്ല. പക്ഷേ രാഷ്ട്ര സുരക്ഷയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വന്ന് പറയണം. അത് വേണം, കമ്പൽസറി. നമ്മൾ ജനാധിപത്യ രാജ്യമാണെന്നുള്ള രീതിയാണ്. സോ ദിസ് ഇസ് വെയർ ഐ വോണ്ട് യങ്സ്റ്റേഴ്സ് ലൈക്ക് യു ടു സ്പീക്ക് ഔട്ട്. ഓക്കെ, ഇത്രയും മാത്രമേ എനിക്ക് ഈ ഒരു ടൈമിൽ പറയാനുള്ളൂ. അതായത് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ഇന്നത്തെ ഇൻഫർമേഷൻ വാറിനെ കുറിച്ച് ഞാൻ വേണമെങ്കിൽ വേറൊരു ദിവസം വന്ന് അതിനെക്കുറിച്ചൊരു സെഷൻ തന്നെ എടുക്കാം. കാരണം അത് വേറൊരു ലെവലിലേക്കുള്ള കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും വാരിയേഴ്സ്, ഈ ഇൻഫർമേഷൻ വാറിൽ നിങ്ങളും വാരിയേഴ്സ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു സ്പെഷ്യൽ സെഷൻ തന്നെ എടുക്കാം. അറ്റ് ദി എൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു സേ ദിസ്, നമ്മൾ ഓരോരുത്തരും തന്നെയാണ് പറയേണ്ടുള്ളത്. പക്ഷേ നിങ്ങൾക്കാണ് കുറച്ചും കൂടെ ഇന്നിങ്സ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരെന്ന് പറയുന്നത്. അതായത് യു ഹാവ് എ ഹ്യൂജ്
ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ നമ്മുടെ ഭാരതത്തിനെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന 10-70 അല്ലെങ്കിൽ വേണ്ട 300 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാരതത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് എത്തിയെന്ന് കാണുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി കെയർഫുൾ. ദർ ആർ മെനി പീപ്പിൾ, മെനി കൺട്രീസ്, മെനി ഓർഗനൈസേഷൻസ് വിച്ച് ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. അത് അങ്ങനെ ഭാരതം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ധാരാളമുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ നടന്നത് ചൈനയുടെ വലിയ റോൾ ഉണ്ടെന്നുള്ള ആളുകൾ പറയുന്നുണ്ട്. കാരണം ചൈനയുടെ ഗ്രാഫ് താഴോട്ട് വന്ന സമയത്താണ് ഇത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഷുഡ് മേക്ക് നോളേജ് ആസ് യുവർ ഫസ്റ്റ് വെപ്പൺ. നിങ്ങൾ അറിവുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആൻസർ പറയണം. ആൻസർ പറഞ്ഞില്ലെങ്കിൽ അവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറീസ് പോയ്സൺ ആവത്തില്ല. നമ്മളെ സ്റ്റോറീസ് പോയ്സൺ ആയില്ലെങ്കിൽ നമ്മളെ സൊസൈറ്റി വിൽ ഫ്ലറിഷ്. നമ്മളെ സൊസൈറ്റി ഫ്ലറിഷ് ചെയ്താൽ നമ്മുടെ രാഷ്ട്രം വിൽ റൈസ് ആൻഡ് ടേക്ക് ദാറ്റ് പൊസിഷൻ വിച്ച് വി ഡിസേർവ്. ഓക്കെ, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ആയുധിന് ഞാൻ താങ്ക് യു പറയാം. ഐ തിങ്ക് ഐ ലീവ് ഇറ്റ് ഹിയർ. വൺസ് അഗെയിൻ റിയലി ഗ്രേറ്റ്ഫുൾ ടു ആയുധ്, സ്വാമിജി ആൻഡ് എവറിബഡി. എനിക്ക് ഇവിടെ ഒരു ഇൻട്രാക്ഷൻ, ആൻഡ് ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഇൻട്രാക്ഷൻ ഇസ് ദ ബെസ്റ്റ്. ഓക്കെ, ഇൻട്രാക്ഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ഇന്ന് കുറേ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ചിലവർ വളരെ എക്സ്പേർട്ടായിട്ട് സ്ലീപ്പിംഗ് സെൽസിൻ്റെ രീതിയിലൊക്കെ ആക്ട് ചെയ്യാൻ നോക്കി. അവരെ അഭിനന്ദിക്കുന്നു. അതായത് ഞാൻ പിടിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് നിന്നു. വെരി ഗുഡ്. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് എ വെരി നൈസ് ഇൻട്രാക്ഷൻ ആൻഡ് ഐ റിയലി ട്രസ്റ്റ്, believe, and I have confidence that each one of you will become brand ambassadors of Ayudh and brand ambassadors of India. സ്വാഭിമാനത്തെ ഊട്ടിയുറപ്പിച്ച ആ വാക്കുകൾക്ക് നന്ദി. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നമ്മളെല്ലാവരും ഹൃദയത്തോട് ആ വാക്കുകൾ ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ പ്രവൃത്തിയിലും അത് എന്നും പ്രചോദനമായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഒരു ചെറിയ കാര്യം ആഡ് ചെയ്തോട്ടെ. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ തിരുത്തി നമ്മുടെ സംസ്കാരത്തെ പഠിപ്പിക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു സർവകലാശാലയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് അമ്മ വളരെ വ്യാപകമായിട്ട് നമ്മുടെ ധർമ്മത്തെയും രാഷ്ട്രത്തെയും ചരിത്രത്തെയും ഒക്കെ കുട്ടികളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അഭിമാനത്തോടു കൂടി അതും സ്മരിക്കാം. അടുത്തതായി നന്ദി പ്രകാശനത്തിനായി ആയുധിൻ്റെ സംസ്ഥാന കാര്യദർശിയും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള മുരളിച്ചേട്ടനെ ക്ഷണിക്കും. നമസ്കാര. എനിക്ക് ഇവിടെ നിൽക്കുമ്പം കഴിഞ്ഞ വർഷത്തെ ഒരു സംഭവമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾ ഭൂട്ടാനിലായിരുന്നു. സാധാരണ ഓഗസ്റ്റ് 15 നമ്മൾ മാതൃവന്ദനം വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ആയുധ് സാർ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. വളരെ വലിയ രീതിയിലാണ് ആഘോഷിക്കാറ് എല്ലാ വർഷവും. ഞാൻ അതിന് 2 ആഴ്ച മുന്നേ പോകേണ്ടതായിരുന്നു. അന്നാണ് വയനാട് ദുരന്തം ഉണ്ടായത്. അപ്പോൾ അവിടെ ആയുധിൻ്റെ സേവനത്തിന് പോകണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ റീഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഓഗസ്റ്റ് 15 അവിടെ എത്തി. മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓഗസ്റ്റ് 15 ഒരു വിദേശത്താണുള്ളത്. അപ്പം എന്ത് ചെയ്യണമെന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെ അനുഭവമാണ്. അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അമ്മ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതുമാതിരി അന്ന് ഓഗസ്റ്റ് 15 അവിടെ ഇന്ത്യൻ ആർമിയുടെ ഒരു യൂണിറ്റ് കാണാൻ സാധിച്ചു. ഉടനെ തീരുമാനിച്ചു അവിടെ പോവാം. നമ്മുടെ സൈനികരെ, കാരണം ഇന്ത്യൻ ആർമിയുടെ യൂണിറ്റ്സ് ഭൂട്ടാനിലുണ്ട്, അവിടെ പോയി സൈനികരോടൊന്ന് സ്വാതന്ത്ര്യദിനാശംസകൾ അറിയിച്ചുകൊണ്ട് ബാക്കി നമ്മുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി അവിടെ ഉണ്ടായിരുന്ന സൈനികരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കേരളത്തിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ ഒന്ന് സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവർ ഞങ്ങളെ ഇരുത്തി ചായയൊക്കെ തന്നു. സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും. 2 ആഴ്ച മുന്നേ നേരിട്ട് കണ്ടതാണ് കേരളത്തിൽ വന്ന് സൈനികർ വയനാട്ടിൽ നടത്തിയ ആ സേവനം. അന്നവിടെ ആ ചളിയിലും നിന്നുകൊണ്ട് നടത്തിയ ഒരു സേവനം നമ്മളെല്ലാവരും കണ്ട ടി വിയിൽ അല്ലേ, വളരെ വലിയ സേവനമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ സാറിനോട് നന്ദി പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ സൈനികരാണ്, ശ്രദ്ധിക്കണം, ഞങ്ങൾ സൈനികരാണ്, ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഏൽപ്പിച്ച ജോലി എന്താണോ, അത് മഴയാണോ കൊടുങ്കാറ്റാണോ വെയിലാണോ മഞ്ഞാണോ ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ട്.
അതിന് ഞങ്ങളോട് ആരും നന്ദി പറയണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ സാറിനോട് എങ്ങനെ നന്ദി പറയുമെന്ന് അറിയില്ല. സാറ് ഒരുപക്ഷെ അത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. എനിക്ക് തോന്നിയത് നമ്മളെല്ലാവരും 3 പ്രാവശ്യം വന്ദേമാതരം ചൊല്ലിക്കൊണ്ട് സാറിനോട് നന്ദി പറയാം. എല്ലാവരും ഉറക്കെ ഒരുമിച്ച് വന്ദേ വിളിക്കും, മാതരം 2 കൈയും പൊക്കിക്കൊണ്ട് മാതരം വിളിക്കാം. വന്ദേ വന്ദേ വന്ദേ. നന്ദി സർ. അയുദ്ധിന് ഒരു സ്നേഹോപഹാരം സമർപ്പിക്കാൻ ഞാൻ വേദവിദ്യാമൃതജിയെയും വിശ്വനാഥാമൃതജിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാർ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാറിനോട് നന്ദി പറയട്ടെ. തുടർന്നും സാറിൻ്റെ മാർഗദർശനവും ആയുധിൻ്റെ പ്രവർത്തനങ്ങൾ സാറിൻ്റെ ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും നമുക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്. താങ്ക് യു സർ.